ഇറ്റലിക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ കഴിയാത്തതോടുകൂടി ഇറ്റാലിയൻ ഫുട്ബോളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ ഫുട്ബോളിന്റെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും ഇപ്പോൾ റിസൈൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഇറ്റാലിയൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. തുടർച്ചയായി മൂന്നാമത്തെ വേൾഡ് കപ്പിനാണ് ഇറ്റലി 4 വേൾഡ് കപ്പ് നേടിയിട്ടുള്ള അസൂറിപ്പട ക്വാളിഫൈ ചെയ്യാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഫുട്ബോളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇത് കൊണ്ടുവരുമെന്നത് ഒരു സംശയം വേണ്ട. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറ്റലിക്ക് സംഭവിച്ചത് എന്താണ്? ഇറ്റലിയുടെ ഈ തകർച്ചയ്ക്ക് കാരണം എന്താണ്? എൻ്റെ ഒരു ആംഗിളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇറ്റലിയെ സംബന്ധിച്ച് 2006 വേൾഡ് കപ്പ് നേടിയ ടീമാണ് ഇറ്റലി. ഫൈനല് ഫ്രാൻസിനെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ വീഴ്ത്തി വേൾഡ് കപ്പ് നേടി. അതിനുശേഷം കളിച്ച 2 വേൾഡ് കപ്പിലും ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ പുറത്തായി. 2010 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഗ്രൂപ്പിൽ വലിയ ടീമുകളൊന്നും ഇല്ലായിരുന്നു. ന്യൂസിലാൻഡ് പോലെയൊക്കെ ചെറിയ ടീമുകളായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ആ ടീമുകളോടൊക്കെ തോറ്റ് ആ ടീമുകളുടെ ആ ഒരു ഗ്രൂപ്പിൽ 4ാം സ്ഥാനത്താണ് ഇവർ ഫിനിഷ് ചെയ്തത്. അതിനുശേഷം 2014 വേൾഡ് കപ്പ് ബ്രസീലിൽ നടന്ന 2014 വേൾഡ് കപ്പിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ഗ്രൂപ്പ് പക്ഷേ കുറച്ചുകൂടെ ടൈറ്റ് ഗ്രൂപ്പായിരുന്നു. ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് മുറുകുവൊക്കെ ഉണ്ടായിരുന്നു. ഒരു മരണ ഗ്രൂപ്പായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ 3ാം സ്ഥാനക്കാരായിക്കൊണ്ടായിരുന്നു ഇറ്റലി ഫിനിഷ് ചെയ്തത്. ആ ഗ്രൂപ്പിൽ 4ാം സ്ഥാനത്തായിരുന്നു ഇംഗ്ലണ്ട് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ആ 2 വേൾഡ് കപ്പിൽ ഗ്രൂപ്പിൽ തന്നെ പുറത്താകും. അതിനുശേഷം നടന്നിട്ടുള്ള 3 വേൾഡ് കപ്പിൽ, അതായത് 2 വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തില്ല, ഇനി നടക്കുന്ന ഈ വർഷം ഇനി ജൂൺ ജൂലൈയിൽ നടക്കുന്ന ആ ഒരു വേൾഡ് കപ്പിനും ഇറ്റലിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഫുട്ബോൾ ഇപ്പോഴും 2006 തന്നെ തളച്ചിട്ടിരിക്കുകയാണ്. 2006 തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ് ഇറ്റാലിയൻ ഫുട്ബോൾ. കാരണം ഫുട്ബോളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ 2010 ശേഷം നടന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്പെയിന് ഫുട്ബോളിൽ ആധിപത്യം പുലർത്തിയ കാലത്തിന് ശേഷം ഫുട്ബോളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടാക്ടിക്കലി ഫുട്ബോൾ വലിയ രീതിയിലേക്ക് മാറി. പണ്ട് ഡിഫൻസീവായിട്ട് കളിക്കുന്ന ടീമിനൊക്കെ വലിയ രീതിയിലുള്ള കിരീട സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. അറ്റാക്കിംഗ് ഫുട്ബോൾ വലിയ രീതിയിലേക്ക് മാറി. ഏത് ഡിഫൻസിനെയും പൊളിക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുന്ന പരിശീലകർ വന്നു. പാസ് 500-ന് മുകളിൽ പാസ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ഗെയിം മാറി. പണ്ടൊക്കെ 1-2 ടീം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പല ടീമുകളും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ലബ് ഫുട്ബോളിന്റെ കാര്യവും സെയിം ആണ്. ക്ലബ് ഫുട്ബോളിലും ഇത് തന്നെയാണ്, വലിയ രീതിയിലുള്ള മാറ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാറിയ ഫുട്ബോളിലേക്ക് ഇറ്റലിക്ക് മാറാൻ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ എന്നതാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ, ഇറ്റലി ഫാൻസ് ആയിട്ടുള്ള അസൂറിപ്പടയുടെ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾ, ഇറ്റലി ഇഷ്ടപ്പെട്ടത് ഇറ്റലിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഡിഫൻസീവ് ഗെയിം, അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്ലേയേഴ്സിന്റെ ആ ഒരു മെന്റാലിറ്റി, ഇതൊക്കെ കാരണമായിരിക്കും. ഈ ഒരു റീസണൊക്കെ കാരണമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള ടീമും ആ ഒരു മെന്റാലിറ്റിയും എവിടെയോ നഷ്ടപ്പെട്ടു. പണ്ടത്തെ ടീമിലെ പ്ലേയേഴ്സൊക്കെ പോയി. അതിനുശേഷം വന്നിട്ടുള്ള പ്ലേയേഴ്സിലൊന്നും ആ ഒരു മെന്റാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല. 2006 വേൾഡ് കപ്പ് നേടുന്ന സമയത്ത് ടോട്ടിയൊക്കെ അദ്ദേഹം ഒരു ക്ലബിന് വേണ്ടി മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത്രയും പാഷനറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ടോട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കനവാരോ, അതുപോലെ തന്നെ പിർലോ, പിന്നെ ഗട്ടൂസ ഇപ്പോഴത്തെ കോച്ച്, അദ്ദേഹവും മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. മദ്രാസി, ഇവരൊക്കെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് മാത്രമല്ല, മികച്ച പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സ് മാത്രമല്ല, ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന വളരെ വലിയ പൊട്ടൻഷ്യലുള്ള താരങ്ങളായിരുന്നു. കൊല്ലാനും ചാവാനും കെൽപ്പുള്ള, അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ടൈപ്പ് താരങ്ങളായിരുന്നു. അങ്ങനത്തെ താരങ്ങൾ ഇപ്പം നമുക്ക് മിസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇറ്റലിയിൽ അങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ല. അത് മാത്രമല്ല, ഇറ്റലി പണ്ടത്തെ അതേ ഡിഫൻസീവ് ഗെയിമുമായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ക്ലബ് ഫുട്ബോളിലാണ് കേട്ടോ. അപ്പോൾ ക്ലബ് ഫുട്ബോളും നാഷണൽ ടീം ഫുട്ബോളും കൂടെ മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളൊന്നും ഇടരുത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഡിയാഗോ സിമയോണി, അദ്ദേഹത്തിന്റെ ടീം അത്ലറ്റിക്കോ മാഡ്രിഡ് പണ്ട് മുതൽ തന്നെ 10 വർഷത്തോളം മുകളിൽ അദ്ദേഹം കോച്ചായിട്ടിരിക്കുകയാണ്. പണ്ട് മുതൽ തന്നെ അവർ കളിക്കുന്നത് ഡിഫൻസീവ് ഫുട്ബോളാണ്. ഡിഫൻസിൽ അങ്ങ് അടിച്ച് കടക്കും, അങ്ങനത്തെ ഫുട്ബോളാണ്. എന്നാൽ ഈ സീസണിൽ അവർ കളിക്കുന്ന ഡിഫൻസീവ് ഫുട്ബോളാണ്. റയലിനെതിരെ 5 ഗോള്, ബാഴ്സയ്ക്കെതിരെ 4 ഗോള്, പ്രീമിയർ ലീഗ് ടീമുകൾക്കെതിരെ ഗോൾ അടിച്ചു കൂട്ടുന്നു. ടോട്ടൻഹാമിനെ അവർ 5 ഗോളിനാണ് മുക്കി വിട്ടത്. അപ്പൊ ഇതുപോലെ ഗോളുകൾ അടിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുന്നു. അവരിപ്പോൾ കളിക്കുന്ന ഒരു ഡിഫൻസീവ് ഗെയിം അല്ല, പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു ഡിഫൻസീവ് ഗെയിമായിട്ട് തോന്നും. അതായത് ലോ ബ്ലോക്ക് ഗെയിം ആയിരുന്നു പണ്ട് കളിച്ചിരുന്നത്. അത് മാറി ലോ ബ്ലോക്കും മിഡ് ബ്ലോക്കും കൗണ്ടറും എന്നൊരു സിസ്റ്റത്തിലേക്ക് അവർ അഡാപ്റ്റ് ആയി. യഥാർത്ഥത്തിൽ ഇറ്റലി ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇറ്റലി പണ്ടത്തെ ആ ഒരു ഡിഫൻസീവ് ഗെയിം ഇപ്പോഴും അത് തന്നെയാണ് കളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2 ഇറ്റലിയുടെ മാച്ചും കണ്ടതാണ്. അവർ ഡിഫൻസിൽ അങ്ങ് തളച്ച് കിടക്കും.
അവരുടെ മിഡ്ഫീൽഡേഴ്സിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. ഡിഫൻസീവ് മിഡ് റോളിലൊന്നും വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സിംഗിൾ പിയോട്ട്, ഡബിൾ പിയോട്ട് സിസ്റ്റമോ ഇല്ലെങ്കിൽ മിഡിലുള്ള ബ്ലോക്കുകളോ അതൊന്നും വരുന്നില്ല. വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കുകൾ, ക്രോസുകൾ, ലോങ് ബോളുകൾ, ഇത് തന്നെയാണ് ഇപ്പോഴും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഫുട്ബോളിൽ ഈ ഒരു മാറ്റം കാലത്തിനൊത്ത് മാറുക എന്ന് കേട്ടിട്ടില്ലേ? കാലത്തിനൊത്ത് കോലം തുള്ളുക, അതുപോലെ തന്നെ കാലത്തിനൊത്ത് കോലം മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നാടോടുമ്പോൾ നടുവെ ഓടുക. അതുപോലെയാണ് കാലം മാറി, ഫുട്ബോൾ ടാക്ടിക്സും ഫുട്ബോളിന്റെ ആ ഒരു പ്രകൃതം തന്നെ മാറി. പണ്ടത്തെ പോലെ അല്ല, ആധുനിക ഫുട്ബോൾ വേറെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് അഡോപ്റ്റ് ആകാൻ പറ്റാതെ പോയതാണ് ഇറ്റലിയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റലിയേക്കാൾ സ്ക്വാഡിൽ വളരെ മോശം സ്കോർ വെച്ചിട്ട് പല ടീമും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നോർവേക്ക് ഇറ്റലിയേക്കാൾ മികച്ചൊരു സ്ക്വാഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൊനാലിയെ പോലെയോ ഇല്ലെങ്കിൽ വെസ്റ്റോണിയെ പോലെയുള്ള ഡിഫൻഡേഴ്സോ മിഡ്ഫീൽഡേഴ്സോ ഒന്നും നോർവേക്കില്ല. നോർവേയെ സംബന്ധിച്ച് ഹാലൻഡ് ഉണ്ട്, ഒപ്പം കുറച്ച് മികച്ച താരങ്ങളുണ്ട്. അത്ലറ്റിക് മാറ്റിൽ കളിക്കുന്ന ഒരു ഫോർവേഡ് ഉണ്ട്. അത് മാത്രമല്ല അവരുടെ ചില താരങ്ങളൊക്കെ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ തന്നെയാണ് കളിക്കുന്നത്. അങ്ങനെയുള്ള പ്ലേയേഴ്സാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇറ്റലിയെ സംബന്ധിച്ച് അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്ക്വാഡ് ഉണ്ട്. അവരുടെ ഗ്രൂപ്പിലായിരുന്നു ഇറ്റലി. എന്നിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള പ്രധാന കാരണം ടാക്ടിക്കലി ഉള്ള ഈ ഒരു പ്രശ്നമാണ്. ഇത് മാറ്റുക. ഞാൻ പറയുന്നത് ഇറ്റലിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ, ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള, അവരുടെ ലെഗസി ആയിട്ടുള്ള, അവരുടെ ഇറ്റലിയുടെ അഹങ്കാരമായിട്ടുള്ള ആ ഒരു ഡിഫൻസിനെ മൊത്തത്തിൽ പൊളിച്ചങ്ങ് കളയുക എന്നതല്ല. കാലാകാലമായിട്ട് അവർ കളിക്കുന്ന ശൈലിയാണ്. അതിനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും, തകർന്ന് തരിപ്പണമായി പോകും. നമ്മൾ പല ടീമുകൾ അത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ മാറ്റാനല്ല, അതിനൊരു ചെറിയ വേരിയേഷൻ കൊണ്ടുവരിക. അതായത് ഡിഫൻസ് ലോ ബ്ലോക്ക് കളിക്കുന്ന മാറിയിട്ട് മിഡ് ബ്ലോക്കും കൗണ്ടറും എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുക. മിഡ്ഫീൽഡേഴ്സിനെ കൂടുതൽ ഗെയിമിലേക്ക് ഉൾപ്പെടുത്തുന്ന ടൈപ്പ് ആ ഒരു ഗെയിം കൊണ്ടുവരിക. അവരുടെ ഇൻവോൾവ്മെന്റ് കൂട്ടുന്ന രീതിയിലേക്കുള്ള സിസ്റ്റം രൂപീകരിക്കുക. ഇനി ഒരു 4 വർഷം അടുത്ത വേൾഡ് കപ്പ് 2031 നടക്കുന്ന വേൾഡ് കപ്പ്, 2030 വേൾഡ് കപ്പ്, ആ ഒരു വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷന് വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതിനിടയ്ക്ക് തന്നെ യൂറോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂറോ ക്വാളിഫിക്കേഷൻ ആയാലും വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ആയാലും ഇതിനൊക്കെ വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക. ഒരു പുതിയൊരു കോച്ചിനെ കൊണ്ടുവരിക. ആ കോച്ച് ഡിഫൻസീവ് ഫുട്ബോൾ കളിപ്പിക്കുന്ന ഒരു കോച്ച് ആകരുത്, അറ്റാക്കിംഗ് ഫുട്ബോൾ കളിപ്പിക്കുന്ന കോച്ചും ആകരുത്. ഒരു ലോ ബ്ലോക്ക്, മിഡ് ബ്ലോക്ക്, അതുപോലെ കൗണ്ടർ, ഇതൊക്കെ ഒരു മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോച്ചിനെ തിരഞ്ഞെടുക്കുക. നമ്മൾ നോക്കുമ്പോൾ ബ്രസീലിന്റെ കോച്ചായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടി ആ ടൈപ്പ് ഒരു കോച്ചാണ്. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കാണാൻ അത്ര ഭംഗി കാണത്തില്ല, പക്ഷേ റിസൾട്ട് കിട്ടും. 2 ടൈപ്പിലാണ് ഫുട്ബോൾ ഉള്ളത്. ഒന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ പാസുകൾ ചെയ്യുന്ന ഫുട്ബോൾ, മറ്റൊന്ന് ബ്യൂട്ടി ഒന്നും കാണത്തില്ല, എന്റർടൈനിങ്ങേ ആയിരിക്കത്തില്ല, പക്ഷെ റിസൾട്ട് കാണും. 1-2 ഗോളിനാണെങ്കിൽ പോലും ജയിച്ചിട്ട് കപ്പടിക്കുന്ന ടൈപ്പ് ഒരു ഗെയിം. അപ്പോൾ ആ ഒരു ഗെയിമാണ് ഇറ്റലിക്ക് സൂട്ടാകുന്ന ഗെയിം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉടൻ തന്നെ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റാലിയൻ ഫുട്ബോളിൽ തന്നെ, ഇറ്റാലിയൻ ലീഗിൽ തന്നെ, സീരിയയിൽ തന്നെ ഈ ടൈപ്പിൽ കളിപ്പിക്കുന്ന കുറേയേറെ ക്ലബ്ബുകളുടെ കോച്ചസ് ഉണ്ട്. അവരെ കൊണ്ടുവരിക. ഇറ്റാലിയൻ സീരിയെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പണ്ട് ലെജൻഡറി ആയിട്ടുള്ള ടീമുകൾ, പല ടീമുകൾക്കും പറ്റിയത് ഇതേ മണ്ടത്തരങ്ങളാണ്, ഇതേപോലത്തെ മണ്ടത്തരങ്ങളാണ്. അവരുടെ അതേ ഗെയിമിൽ സ്റ്റക്കായിപ്പോയി. AC മിലാൻ ഒരു തിരിച്ചുവരവില്ല. അതുപോലെ തന്നെ ജുവന്റസ്, ഇപ്പോൾ എവിടെയാണ് ജുവന്റസ്? എന്താണ് ജുവന്റസിന്റെ അവസ്ഥ? ഇന്റർ മിലാനാണ് കുറച്ചെങ്കിലും യൂറോപ്യൻ ഫുട്ബോളിൽ ഒരു ആധിപത്യം പുലർത്തുന്നത്. എന്നിട്ട് പോലും അവര് ആ ഒരു കഴിഞ്ഞ UCL ഫൈനലിൽ 5 ഗോളുകൾക്കായിരുന്നു തോറ്റത്. അപ്പൊ ഈ രീതിയിലേക്ക് ഫുട്ബോൾ കാര്യങ്ങൾ മാറി. ഇറ്റലിയുടെ വീഡിയോസ് കഴിഞ്ഞ 3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റലിയെ പറ്റി. ഇറ്റാലിയൻ ഫുട്ബോൾ അവർ ക്വാളിഫൈ ചെയ്യണം, വേൾഡ് കപ്പ് കളിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അന്ന് ആ ഒരു ഫുൾ മാച്ച് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മൂഡ് ഓഫ് ആയിപ്പോയി ഞാൻ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് വന്നില്ല. അവർ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഞാൻ അത്രത്തോളം വിശ്വസിച്ചിരുന്നു. കാരണം അത്രയും മികച്ചൊരു സ്കോർ ഉണ്ടായിരുന്നു അവർക്ക്, അവർ മികച്ച രീതിയിലാണ് കളിച്ചിരുന്നത്. പക്ഷെ ഭാഗ്യമില്ലായ്മ ഒരു സൈഡിലുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫുട്ബോൾ ഇവർ മാറ്റേണ്ട സമയമായി എന്നതാണ്. കാരണം ആധുനിക ഫുട്ബോൾ വേറെ എവിടെയോ എത്തി. അപ്പോൾ ഇപ്പോഴും ആ ഒരു പഴയ ഫുട്ബോളിൽ കിടക്കാന്ന് പറയുന്നത്, കാരണം അന്നത്തെ ടൈപ്പ് പ്ലേയേഴ്സ് ഇല്ലല്ലോ. അന്ന് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള, എന്തിനും തയ്യാറായിട്ടുള്ള ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവരെ വെച്ച് എന്ത് നേടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ക്വാളിറ്റിയുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും അന്നത്തെ ആ പ്ലേയേഴ്സിന്റെ ലെവലിലേക്ക് ഇവരൊന്നും എത്തുന്നില്ല, ഇവരുടെ മെന്റാലിറ്റി ആ ലെവലിലേക്ക് എത്തുന്നില്ല എന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.